ഇത് ഇന്നലെ ഇട്ട വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഇന്നലെ മുഴുവൻ വീഡിയോയും എനിക്ക് ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ഞാൻ ഇടുന്നത്. ഇന്ന് ഞാൻ എറണാകുളത്തേക്ക് തിരിച്ചു പോവുകയാണ്. പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ എനിക്ക് കൊണ്ടുപോകാനുണ്ട്. ഇനി അങ്ങനെയുള്ള വീഡിയോസാണ് ഇനി കാണാൻ പോകുന്നത്. മുരിങ്ങേല എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. എൻ്റെ ഒരാഴ്ചത്തേനുള്ളത് ഞാനിപ്പോൾ കൊണ്ടുപോകും ഇവിടുന്ന്. മുരിങ്ങേല എന്തായാലും ഒരു 2 ദിവസത്തേനുണ്ടാവും. സ്റ്റോപ്പ് ചെയ്തോടാ. ഈ കപ്പളങ്ങയും കൂടെ ഒന്ന് കാണിച്ചു. അങ്ങനെ ഒരു കപ്പളങ്ങ കിട്ടി. ചെനച്ചതാണ് പോലും. കാന്താരിമുളക് നല്ല കാറ്റുണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് ഭയങ്കര കാറ്റാ. ഇത് ആ കാണുന്ന ചീരയാണ് കേട്ടോ. അവിടെ ഇഷ്ടം പോലെ മുളകുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഇവിടുന്ന് കിട്ടിയതാ. ഇതുപോലെ ഇതിനേക്കാളും ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ എത്തിപ്പെടാൻ പറ്റത്തില്ല അതിൻ്റെ അകത്ത്. എങ്ങനെയല്ലാണ് ഞാൻ എൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയ കുഴിയിലേക്ക് ഇങ്ങനെ വീഴും. അതിലുമേൽ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കി കൊതിയിടാം. ഞാലിപ്പൂവിൻ്റെ കൊലയാണ് കേട്ടോ. ഇത് നമ്മുടെ എറണാകുളത്തേക്ക് ചിരിക്കുന്നു. താങ്ങില്ല മോനെ. ഓക്കെ, ഇത് ചീരയാണ്. അടുത്ത സെക്ഷൻ ചീര. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് കേട്ടുന്നുണ്ട്. മൂത്തിട്ടില്ല. ഇത് അധികം മൂത്ത് പോയതാക്കി. നമുക്ക് മൂത്ത് പോയതല്ല വേണ്ട. ചീരയ്ക്ക് നല്ല ഇളം തണ്ടാണ്. പിന്നെ ചീര തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ടേസ്റ്റ് ഉള്ളതാണ് ഈ ചീര. ഓരോ നാട്ടിൽ ഓരോ പേരാണ് അതിന് പറയണേ. കയ്യാല ചീര, നമ്മുടെ ഇവിടെ എന്താ പറയണേ? ഇവിടെ കയ്യാല ചീര പറയും. പിന്നെന്താ മുട്ടച്ചീര എന്നൊക്കെയാണ് ഓരോ സ്ഥലത്ത് പറയണേ. ഇതിന് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞാൻ ഇത്രയും നാൾ പല ടൈപ്പ് ചീരാസ് കഴിച്ചതിൽ എനിക്കിഷ്ടപ്പെട്ടത് ഇതാ. ഇത് ഞങ്ങളുടെ കുഞ്ഞിലേ മുതൽ എൻ്റെ അമ്മ ചക്കക്കുരുവിൻ്റെ അകത്തും മുട്ടയ്ക്കകത്തൊക്കെ ഇട്ട് ചിക്കി തന്നുകൊണ്ടിരുന്ന ചീരയാണിത്. ഇതുണ്ടല്ലോ, ഷുഗറുകാർ കഴിക്കുന്ന ഒരു ടൈപ്പ് ഫ്രൂട്ടാണ്. ഇതാണ്. ഇത് ജസ്റ്റ് തൊലിയോട് കൂടി കടിക്കുമല്ലോ. ഇത് ഷുഗറുകാർ കഴിക്കുന്ന സാധനമാണ്. ഭയങ്കര കയ്പാണ്. കമർപ്പൊന്നുമല്ല, കമർപ്പിൻ്റെ മേലെ വരുന്നൊരു എന്തോ ഒരു കയ്പ്. പ്രത്യേകിച്ച് വേറൊന്നുമില്ല. ഈ തെങ്ങുണ്ടല്ലോ, ഈ തെങ്ങ് 5 വർഷം ഏകദേശം ഒരു 5 വർഷം മുന്നേ ഞങ്ങൾ നട്ട തെങ്ങ്. ഒരു 10-25 തെങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു. അതിലാദ്യമായിട്ടാണ് ഈ തെങ്ങ് കായ്ച്ചേക്കുന്നത്. ഒരു മാസം കൂടെ കഴിഞ്ഞാണ്ടല്ല ഞങ്ങൾ ഇവൻ്റെ അടുത്തുനിന്ന് ഇവനെ ഇങ്ങനെ എടുത്തിട്ട്. ഇപ്പോൾ ആയിട്ടില്ല. ഇത് വശമുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ആയിട്ടില്ല, 1 മാസം കൂടെ കഴിഞ്ഞിട്ടേ ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ എപ്പോൾ വന്നാലും നോക്കും ഇത് വിളഞ്ഞിട്ടുണ്ടോ. കാരണം ഇതൊന്ന് പൊട്ടിച്ച് കുടിക്കണം. ഇതിൻ്റെ വെള്ളത്തിന് നല്ല മധുരം ഉണ്ടെന്നാണ് പറയണം. ചെന്തങ്ങി എന്നാണ് നമുക്ക് തെങ്ങുകൾ കിട്ടുന്നത്. മാക്സിമം പറമ്പിൽ നിന്ന് എടുക്കാവുന്നതെല്ലാം ഞാൻ എടുത്തുകൊണ്ടാണ് പോന്നിരിക്കുന്നത്. എറണാകുളത്തേക്ക് തിരിച്ചു പോകുന്നപ്പോൾ അത്യാവശ്യ സാധനങ്ങൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഹായ്. ഇന്നലെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴാണ് കൺക്ലൂഡ് ചെയ്യാനുള്ളൊരു വീഡിയോ ഇല്ല.
ഇന്നലെ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് പോരാനുള്ള തിരക്കിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല. എന്തായാലും ഞാൻ ഇന്നലെ തിരിച്ച് എറണാകുളത്തെത്തി. വൈകിട്ട് ഒരു 5:30 കൂടി ഞാൻ എത്തി. സോ ഇന്നിപ്പോൾ ഞാൻ ഓഫീസിലാണ്. ഇന്ന് ഓഫീസിലേക്ക് പോകുന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയുടെ ഒരു എൻഡ് എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. വീഡിയോ കാണുന്നവരൊക്കെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.